ഇന്ന് നമ്മൾ പഠനമെന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിൽ വരുന്ന ചില പൊതുവായ പ്രശ്നങ്ങളുണ്ട്. വായിച്ചതെല്ലാം പെട്ടെന്ന് മറക്കുന്നു, ശ്രദ്ധ ചിതറുന്നു. മൊബൈൽ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ നമ്മളെ വഴിതെറ്റിക്കുന്നു. പഠിക്കാൻ സമയമുണ്ടെങ്കിലും മനസ്സ് തയ്യാറാകുന്നില്ല. പുസ്തകം തുറന്നാൽ ഉറക്കം വരും, പരീക്ഷ അടുത്തെത്തുമ്പോൾ മാത്രം സമ്മർദ്ദം കൂടി വരും. പഠനം കഴിവില്ലായ്മ കൊണ്ടല്ല പലപ്പോഴും പരാജയപ്പെടുന്നത്, തെറ്റായ പഠനരീതികളാണ് കാരണം. ശരിയായ സ്റ്റഡി ടെക്നിക്കുകൾ അറിയുകയും പ്രയോഗിക്കുകയും ചെയ്താൽ കുറച്ചു സമയം കൊണ്ടുതന്നെ കൂടുതൽ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ പഠനത്തെ ലളിതവും ഫലപ്രദവുമാക്കുന്ന മികച്ച പഠന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ പലതും പഠിക്കാൻ സമയം കണ്ടെത്തുന്നു, പക്ഷേ പഠനം ഫലപ്രദമാവുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട് ചില വിദ്യാർത്ഥികൾ കുറച്ച് സമയം പഠിച്ചിട്ടും മികച്ച ഫലം നേടുന്നു? ഇതിനൊരു ഉത്തരം ജപ്പാനിലാണ്. അവരുടെ പഠനരീതികൾ ലളിതമാണ്, പക്ഷെ അത്ര തന്നെ ശക്തവുമാണ്. ഇന്ന് നമുക്ക് ജപ്പാനിലെ 4 പഠന സാങ്കേതിക വിദ്യകൾ അറിയാം, ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നവ. 1. കൈസൻ, ചെറിയ പുരോഗതികളുടെ ശക്തി. ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ തത്വമാണ് കൈസൻ. അർത്ഥം ഓരോ ദിവസവും അല്പം മെച്ചപ്പെടുക. നമ്മൾ സാധാരണ പറയുന്നത് നാളെ മുതൽ ദിവസം 6 മണിക്കൂർ പഠിക്കും. ജപ്പാൻ പറയുന്നത് ഇന്ന് 10 മിനിറ്റ് മതിയാകും. 10 മിനിറ്റ്, നാളെ 15, അടുത്ത ദിവസം 20. ചെറിയ ശ്രമങ്ങൾ വലിയ വിജയം സൃഷ്ടിക്കും. ഓർമ്മിക്കുക, പഠനത്തിലെ വിജയത്തിന്റെ രഹസ്യം വലിയ ചാടലല്ല, ചെറിയ തുടർച്ചയാണ്. 2. പൊമോഡോറോ ടെക്നിക്, ശ്രദ്ധയുടെ കല. ജപ്പാൻ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ശ്രദ്ധയാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. പൊമോഡോറോ രീതി വളരെ ലളിതമാണ്. 25 മിനിറ്റ് മുഴുവൻ ശ്രദ്ധയോടെ പഠിക്കുക, 5 മിനിറ്റ് വിശ്രമിക്കുക. ഇത് 4 പ്രാവശ്യം ആവർത്തിക്കുക. ശേഷം 15 മുതൽ 20 മിനിറ്റ് ബ്രേക്ക്. ഈ രീതി പഠിപ്പിക്കുന്നത്. പഠനത്തിൽ പ്രധാനപ്പെട്ടത് സമയമല്ല, ശ്രദ്ധയാണ്. മൊബൈൽ ഓഫ് ചെയ്യുക. ഒരൊറ്റ വിഷയം മാത്രം. മുഴുവൻ മനസ്സോടെ 25 മിനിറ്റ്. അതുതന്നെ മതി. 3. ഷൊക്കാരി. പഠനം വളരുന്ന ഘട്ടങ്ങൾ ജപ്പാൻ പഠിപ്പിക്കുന്ന മറ്റൊരു അത്ഭുത രീതിയാണ് ഷു ഹ ഹ്രി. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. ഷു, ആദ്യം ഗുരുവിനെ കൃത്യമായി അനുസരിക്കുക, അടിസ്ഥാനങ്ങൾ ഉറപ്പാക്കുക. ഹ, അടിസ്ഥാനങ്ങൾ പഠിച്ച ശേഷം സ്വന്തമായി ചിന്തിക്കുക. റി, സ്വന്തമായ രീതിയിൽ വിഷയത്തെ പൂർണ്ണമായി കൈകാര്യം ചെയ്യുക. പലർക്കും പിഴവ് സംഭവിക്കുന്നത് ഇവിടെ തന്നെയാണ്. അടിസ്ഥാനങ്ങൾ പഠിക്കാതെ നേരെ കഠിന വിഷയങ്ങളിലേക്ക് ചാടുന്നു. ജപ്പാൻ പറയുന്നു, ആദ്യം അടിത്തറ, പിന്നീട് മാളിക. 4. കിൻഷുക്കു ജിക്കാൻ, ആഴത്തിലുള്ള പഠനം. ഇത് ഡീപ്പ് സ്റ്റഡി ടൈം എന്ന ആശയമാണ്. ജപ്പാൻ വിദ്യാർത്ഥികൾ ദിവസത്തിൽ ഒരു പ്രത്യേക സമയം മാറ്റിവെക്കും, മുഴുവൻ ലോകത്തു നിന്നും അകന്ന് ആഴത്തിൽ പഠിക്കാൻ. മൊബൈലില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ശബ്ദമില്ല, മാത്രം നീയും നിന്റെ പുസ്തകവും നിന്റെ ലക്ഷ്യവും. ദിവസത്തിൽ 1 മണിക്കൂർ പോലും ഇങ്ങനെ പഠിച്ചാൽ നിന്റെ കഴിവ് 10 ഇരട്ടിയായി വളരും. അവസാനം ഒരു ചെറിയ ചിന്ത. ജപ്പാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: പഠനം ഒരു ഭാരമല്ല, അതൊരു ശീലമാണ്. വലിയ സ്വപ്നങ്ങൾ ഒരേ ദിവസം സാക്ഷാത്കരിക്കില്ല, പക്ഷേ ചെറിയ ശീലങ്ങൾ നിശബ്ദമായി വിജയമുണ്ടാക്കും. ഇന്ന് തന്നെ തുടങ്ങൂ, 10 മിനിറ്റ് കൊണ്ട്. പക്ഷേ ഇന്നു തന്നെ.